ബഷീറിൻ്റെ നോവലുകളിൽ ഏറ്റവും ദൈർഘ്യമുള്ളത് എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാനയുണ്ടാർന്ന് എന്ന കൃതിയിലെ പ്രധാന വിഷയം സാമൂഹിക അനാചാരങ്ങൾ. ബഷീറിൻ്റെ ഏറ്റവും പ്രശസ്തമായ ലഘു നോവൽ പ്രേമലേഖനം. പ്രേമലേഖനത്തിലെ നായകൻ കേശവൻ നായർ, പ്രേമലേഖനത്തിലെ നായിക സാറാമ്മ. ബഷീറിന് തൻ്റെ കഥകൾ എവിടെ നിന്നാണ് ലഭിച്ചത്? ജീവിതത്തിൽ നിന്ന്. ബഷീറിൻ്റെ കൃതികളിൽ കാണുന്ന ദാർശനികത, സൂഫി ചിന്തകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജനന തീയതി ഏത്? 1908 ജൂലൈ 5. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം ഏത്? തലയോലപ്പറമ്പ്. ബഷീർ ഏത് പേരിലാണ് പ്രശസ്തനായത്? ബേപ്പൂർ സുൽത്താൻ. ബഷീർ ദീർഘകാലം താമസിച്ച സ്ഥലം ഏത്? ബേപ്പൂർ. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് എന്താണ്? ഫാബി ബഷീർ. ബാല്യകാല സഖി രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബാല്യകാല സഖിയിലെ നായകൻ ആര്? മജീദ്. ബാല്യകാല സഖിയിലെ നായിക ആര്? സുഹറ. പാത്തുമ്മയുടെ ആട് രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ ആരാണ്? ബഷീറിൻ്റെ സഹോദരി. പ്രേമലേഖനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? കേശവൻ നായരും സാറാമ്മയും. മതിലുകൾ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകളിലെ സ്ത്രീ കഥാപാത്രം ആര്? നാരായണി. മതിലുകൾ ഏത് അനുഭവത്തെ ആസ്പദമാക്കിയ കൃതിയാണ്? ജയിൽ ജീവിതം. ശബ്ദങ്ങൾ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. വിശ്വവിഖ്യാതമായ മൂക്ക് രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാനയുണ്ടാർന്നു രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ആനവാരിയും പൊൻകുരിശും രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. മുച്ചീട്ടു കളിക്കാരൻ്റെ മകൾ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. അനർഘ നിമിഷം ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? കഥാസമാഹാരം. ഓർമ്മയുടെ അറകൾ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ കൃതികളിലെ പ്രധാന ഭാഷാശൈലി എന്താണ്? സംസാര ഭാഷ. ബഷീർ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ബഷീറിൻ്റെ രചനകളിലെ പ്രധാന പ്രമേയം എന്താണ്? സാധാരണ മനുഷ്യരുടെ ജീവിതം. ബഷീറിൻ്റെ രചനകളിൽ കൂടുതലായി പ്രതിഫലിക്കുന്ന മൂല്യം എന്താണ്? മനുഷ്യസ്നേഹം. ബഷീറിന് ലഭിച്ച ദേശീയ ബഹുമതി ഏത്? പത്മശ്രീ. ബഷീർ മരിച്ച വർഷമേത്? 1994. ഭൂമിയുടെ അവകാശികൾ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ മരിച്ച തീയതി ഏത്? ജൂലൈ 5. ബഷീർ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ജൂലൈ 5. ബഷീറിൻ്റെ ജന്മഗൃഹം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? കോട്ടയം. ബഷീർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു? മുസ്ലിം. ജന്മദിനം എന്ന കഥ രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. പ്രേമലേഖനം രചിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബാല്യകാല സഖി സിനിമയായിട്ടുണ്ടോ? ഉണ്ട്. മതിലുകൾ സിനിമയാക്കിയ സംവിധായകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ. ബഷീറിൻ്റെ സാഹിത്യത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ലാളിത്യവും നർമ്മവും. ബഷീറിൻ്റെ കൃതികളിൽ മൃഗങ്ങൾക്ക് പ്രധാന സ്ഥാനമുണ്ടോ? ഉണ്ട്. ബഷീർ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ബഷീറിൻ്റെ തൂലികാ നാമം എന്താണ്? ബേപ്പൂർ സുൽത്താൻ. ബഷീറിൻ്റെ സാഹിത്യരംഗം ഏത്? കഥയും നോവലും. ബഷീർ പഠനം നിർത്തിയത് ഏത് ഘട്ടത്തിലാണ്? സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത്. കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ച സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ രചനകളെ ജനകീയമാക്കിയത് എന്താണ്? ലളിതമായ ഭാഷ. പ്രേമലേഖനത്തിലെ നായകൻ ആര്? കേശവൻ നായർ. പ്രേമലേഖനത്തിലെ നായിക സാറാമ്മ. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആര്? വൈക്കം മുഹമ്മദ് ബഷീർ.